വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം കൊറ്റാമത്ത് +2 വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് പിടിയിൽ. പരശുവയ്ക്കൽ സ്വദേശിയാണ് പിടിയിലായത്. അറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആർദ്രയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുകയാണ്. പരശുവയ്ക്കൽ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. അറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആർദ്രയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുന്നത്. +2 വിദ്യാർത്ഥിനി ആർദ്ര ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുകയാണ്. പരശുവയ്ക്കൽ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു. പ്രദീപ്, ഈ ആർദ്ര ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ആർദ്രയുടെ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ആർദ്ര എന്ന 17 വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. അമ്മയാണ്. ആ വീട്ടിൽ അച്ഛൻ പുറത്തുപോയ സമയത്ത് അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയം മകളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മകൾ കാണാത്തത് കൊണ്ടാണ് അമ്മ മുറിയിൽ നോക്കുന്നത്. ആ സമയം തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അമ്മ കണ്ടത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാറശാല പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ആൺ സുഹൃത്ത് എന്ന് പറയുന്ന പരശുവയ്ക്കൽ സ്വദേശിയായിട്ടുള്ള യുവാവിനെ പോലീസ് ഇന്നലെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ പൂർത്തീകരണത്തിൽ മാത്രമേ ഇത്തരത്തിൽ ആൺ സുഹൃത്തിനെ ഈ ആത്മഹത്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ള അറിയിപ്പാണ് നമുക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്ത് വരുമ്പോഴായിരിക്കും ഇനി കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരിക. എന്താണ് ഈ ഒരു ആർദ്ര ജീവനൊടുക്കാനുള്ള കാരണം എന്നതിൽ ഒരു വ്യക്തത ഈ ഒരു ആൺസുഹൃത്തിന്റെ ചോദ്യം ചെയ്യലിലായിരിക്കും കൂടുതൽ വ്യക്തത വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ ഇപ്പോൾ വീട്ടുകാരുടെയും അടക്കം ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ അവരുടെ എല്ലാം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി പറയുന്ന പോലെ തന്നെയാണ്. അതായത് ഇന്നലെ മരണപ്പെട്ട സമയത്ത് തന്നെ അസ്വാഭാവികത ഇതിൽ കാണുന്നുണ്ട്. കാരണം 17 വയസ്സുകാരിയാണ്. ഇത്തരത്തിൽ രാവിലെ മുതൽ വേറെ ഒരു വിഷമോ ഘട്ടമോ മറ്റൊന്നും പറയുന്നുമില്ല. ഈ സമയത്താണ് ഒരു അത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടുകാർ കാണുന്നത്. എന്നാൽ ഉടനെ തന്നെ പോലീസ് ആ സമയം തന്നെ പോലീസ് ഉടനെ ഈ ആൺ സുഹൃത്തിനെ കൊണ്ട് സ്റ്റേഷനിൽ പോവുകയും കൂടുതലായിട്ട് വിവരങ്ങൾ അന്വേഷിച്ച് വരികയും ചെയ്യുകയാണ്. എന്തായാലും ഇനിയും മണിക്കൂറുകൾക്കുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെ തുടരുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ എത്തരത്തിലാണ് ഇതിന് ആത്മഹത്യയിലോട്ടുള്ള ഒരു യാത്ര ഇങ്ങനെ പോയത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി. തിരുവനന്തപുരം കൊറ്റാമത്ത് +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് പിടിയിലായിരിക്കുകയാണ്. പരശുവയ്ക്കൽ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. അറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആർദ്രയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. പ്രദീപ് പാർശാലയാണ് വിവരങ്ങൾ നൽകിയത്.